നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ കേരളത്തിൻ്റെ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ആവേശം പങ്കുവെച്ചുകൊണ്ടുള്ള പടക്കളം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലാണ്. കൊല്ലം ടൗണിൽ നിന്ന് പടക്കളത്തിൽ പങ്കുചേരാനായി ഒട്ടേറെ ആളുകൾ നമ്മൾക്കൊപ്പം സജീവമായി തുടക്കം മുതൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ശ്രീ എം നൌഷാദ് MLA CPIM LDF, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് UDF, ശ്രീ S പ്രശാന്ത് BJP NDA. ശ്രീ നൌഷാദ് MLA, നമ്മൾ സാധാരണ സംസാരിച്ചു വരുമ്പോൾ മണ്ഡലം, അതിൻ്റെ ഒരു വികസനം, അതിൻ്റെ ഒരു പൊതു പശ്ചാത്തലത്തിൽ നിന്നാണ് സാധാരണ പടക്കളത്തിലേക്ക് പോകുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് രാജ്യം ഒരു അസാധാരണമായൊരു ഘട്ടത്തിൽ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ എന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ED മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. രാജ്യത്തെ BJP ഇതര പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതിശക്തമായി അതിനെതിരെ നിൽക്കുന്നു. വലിയ പ്രതിഷേധം ദില്ലിയിലും രാജ്യത്താകെയും നിൽക്കുന്നു, കേരളത്തിലടക്കം. ഈ സാഹചര്യം കൂടി പരാമർശിച്ചുകൊണ്ടും ചർച്ച ചെയ്തുകൊണ്ടും പടക്കളം തുടങ്ങാമെന്ന് വിചാരിച്ചാൽ എന്താണ് താങ്കൾ പറയുക? ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് EDയെ ഉപയോഗിച്ച് കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിമാർ, ആദ്യത്തെ മുഖ്യമന്ത്രി അല്ല, ഒരു മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുക. ഇദ്ദേഹം ഇലക്ട്രൽ ബോണ്ടിൽ പൈസ കൊടുത്തിരുന്നുവെങ്കിൽ, BJP ചേരാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അറസ്റ്റ് ഉണ്ടാവത്തില്ലായിരുന്നു. അതാണ് പ്രശ്നം. പണ്ട് ശേഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആയ സമയത്താണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് ജനാധിപത്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് EDയെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തികച്ചും അപലപനീയമായ നിലപാടാണ്, പ്രതിഷേധിക്കേണ്ടത് തന്നെയാണ്. ജ്യോതികുമാർ ചാമക്കാല, ഈ വിഷയത്തിൽ ഇപ്പോൾ നമുക്കറിയാം മദ്യനയ കേസ്, അതുപോലെ കള്ളപ്പണ നിരോധന നിയമത്തെ 2017 അതിൻ്റെ ജാമ്യ വ്യവസ്ഥകൾ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് കണ്ടുകൊണ്ട് സുപ്രീം കോടതി അത് റദ്ദു ചെയ്തതാണ്. പിന്നീട് മോദി സർക്കാർ തന്നെ പുതിയ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ട് വീണ്ടും കുറെ കൂടി കിരാത നിയമമാക്കി അത് മാറ്റുന്നു. അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം എന്നുള്ളത് രാജ്യത്ത് ഭരണകൂടത്തിന് EDയെ ഉപയോഗിച്ച് ഏതളവിലും പോകാം എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ അവസാനത്തെ ഉദാഹരണമായി കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിൽക്കുകയാണ്. നൌഷാദ് MLA പറഞ്ഞ പോലെ ഷിബു സോറൻ എന്ന മുഖ്യമന്ത്രിയെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് പക്ഷേ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്ന് യോജിച്ച പ്രതിഷേധം കാണാതിരുന്നതും അടുത്ത മുഖ്യമന്ത്രിയിലേക്കും നീങ്ങാം എന്ന് മോദി സർക്കാരിന് ഒരു ധൈര്യം പകർന്നിട്ടുണ്ടാകുമോ? ഇത്തരം കിരാത നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ മോദി സർക്കാരിന് എന്തെങ്കിലും പേടിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. മോദിയെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് രാജ്യത്ത് നാഷണൽ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ തകർക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ടവിനോദമാണ്. പ്രതിപക്ഷത്തെ തകർക്കുക മാത്രമല്ല, തൻ്റെ പാർട്ടിയുടെ ഫണ്ടിലേക്ക്, തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് തുക സംഭാവന ചെയ്യുന്നവരെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദങ്ങളിലൊന്നാണ്. ഇത്തരത്തിലുള്ള കിരാതമായ ഇടപെടലുകൾ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ചിലരുടെ കാര്യത്തിലെങ്കിലും ചിറ്റമ്മ നയമുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ടാകുന്നുമുണ്ട്. അതിന് പല ഉദാഹരണങ്ങളുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ നാഷണൽ ഏജൻസികളെ ഇത്തരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് കേന്ദ്രത്തിൽ അധികാരത്തിൽ തുടരാം എന്ന വ്യാമോഹം ഈ തെരഞ്ഞെടുപ്പിലൂടെ ഇല്ലാതാകുമെന്ന കാര്യത്തിലും തർക്കമില്ല. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗത്തുകൂടി തൻ്റെ രാഷ്ട്രീയ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുകയും തൻ്റെ പാർട്ടിയുടെ ഫണ്ടിലേക്ക് സംഭാവനകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ പല കേസുകളിലും വിട്ടുവീഴ്ച ചെയ്യുന്ന സമീപനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രശാന്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് നിരന്തരം തിരിച്ചടി BJP സർക്കാരിന്, മോദി സർക്കാരിന് ഉണ്ടാകുന്ന സാഹചര്യം, അതിനെ മറികടക്കാൻ, ആ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിച്ചുവിടാൻ പാകത്തിന് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയാണ്. ആ കേസിൽ തന്നെ ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞു. സുപ്രീം കോടതി തന്നെ ചോദിച്ചു, ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആധാരമായ നിലയിൽ എന്ത് കണ്ടെത്താനായി എന്ന ചോദ്യം സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ സാക്ഷാൽ EDയോട്. ആ EDയെക്കുറിച്ച് ഇന്ന് രാജ്യത്ത് ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം എന്താണ്? മോദി സർക്കാരിൻ്റെ കൊട്ടേഷൻ സംഘമാണ് എന്നുള്ളതാണ്. അങ്ങനെ ED വിമർശിക്കപ്പെടുന്നു സുപ്രീം കോടതിയിൽ പോലും. പക്ഷേ സുപ്രീം കോടതിക്ക് പോലും അതിൻ്റെയൊന്നും അടിസ്ഥാനത്തിൽ ജാമ്യം കൊടുക്കാൻ കഴിയാത്ത വിധം ആ നിയമം അങ്ങേയറ്റം കിരാതമായി ഭേദഗതി ചെയ്തു വെച്ചിരിക്കുന്നു. ഇതാണ് അവസ്ഥ. മോദി സർക്കാരിൻ്റെ സമീപനം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇങ്ങനെയാണ്. അതിനെതിരായി വരുന്ന ഒരു വലിയ പ്രതിഷേധം രാജ്യമാകെയുണ്ട്. അത് ഏറ്റവും ശക്തമായി കേരളത്തിലുമുണ്ട്. പ്രശാന്ത്,
ഒരു രാഷ്ട്രീയ അധികാരത്തിൻ്റെ പേരിൽ ഒരു പരിരക്ഷയും ഈ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. നിങ്ങൾക്ക് ബോണ്ട് നൽകുന്നവർക്ക് പരീക്ഷയുണ്ടല്ലോ പ്രശാന്തേ. ബോണ്ട് വാങ്ങാൻ ഇതേ കേസിൽ പ്രതിയായ ആൾ ബോണ്ട് കോടികൾ കൊടുക്കുന്നു. 20,000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ടായി വന്നിട്ടുള്ളത്. അതിൽ 1/4 തുക മാത്രമാണ് BJP കിട്ടിയിട്ടുള്ളത്. ബാക്കി 6,000 കോടി രൂപ 6,000 കോടി രൂപ ബാക്കി 14,000 കോടി രൂപ ഈ രണ്ട് മുന്നണികൾ INDA മുന്നണികൾക്ക് വീതിച്ചെടുക്കും. നിങ്ങൾ കണക്കുകൾ പരിശോധിക്കേണ്ട ചേട്ടന്മാരെ. അത് മുഴുവൻ കള്ളക്കച്ചവടക്കാരും അഴിമതിക്കാരും കോർപ്പറേറ്റുകളും രാജ്യത്ത് തന്നതാണ്. DMK BJP 25 കോടി രൂപയാണ് DMK 2019 കേരളത്തിലെ CPIM-നും CPI-ക്കും CPM-നും വേണ്ടി കൊടുത്തത്. 25 കോടി രൂപ. തെളിവ് കാണിച്ചാൽ DMK. എനിക്ക് BJP പ്രതിനിധിയോട് ഒരു ചോദ്യമുണ്ട്. സാർ, എനിക്ക് BJP പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, 2014 ശ്രീ നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ സമയത്ത് ഇന്ത്യയിലെ തൊഴിൽ ക്ഷാമം എന്ന് പറയുന്നത് 4%. 2024 10 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലെ തൊഴിൽ ക്ഷാമം 9.54% വർദ്ധിച്ചിരിക്കുകയാണ്. അന്ന് മോദി സർക്കാർ അധികാരത്തിൽ ഏൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം 1 വർഷം 2 കോടി തൊഴിൽ നൽകുമെന്നായിരുന്നു. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ എവിടെ പോയി? ഈ സർക്കാരിനാണോ ഞങ്ങൾ വോട്ട് നൽകേണ്ടത്? എനിക്ക് ചോദിക്കേണ്ടുള്ളത് BJP പ്രതിനിധിയോട് തന്നെയാണ്. താങ്കളുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാമക്ഷേത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ പദ്ധതിയൊക്കെ പരാജയമാണെന്ന് തോന്നിയതിന് ശേഷമാണ്, ഇന്ത്യയുടെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് BJP NDA അധികാരത്തിൽ വരില്ല എന്ന് തോന്നിയതിന് ശേഷമാണ് ഈ പറഞ്ഞ 2 മുഖ്യമന്ത്രിമാരെയും പ്രോട്ടോകോൾ ഒന്നും പാലിക്കാതെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അർത്ഥം NDA ഒരു പരാജയ ഭീതി നേരിടുന്നു എന്നുള്ളതല്ലേ? അതല്ലേ അതിൻ്റെ കൃത്യമായ കാര്യം? അതിൽ നിന്ന് മറയ്ക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതുപോലെയുള്ള കേജ്രിവാളിനെയും ഷിബു സോറനെയും അറസ്റ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. അത്രേ ഉള്ളൂ, അത് തന്നെ ഉള്ളൂ പറയാം. കൃത്യമായി സൂചിപ്പിച്ചു. ഇവിടെ അടുത്തൊരു ഘട്ടത്തിലേക്ക് ചർച്ച പറഞ്ഞല്ലോ. 9 പ്രാവശ്യം ED നോട്ടീസ് അയച്ചു. BJPയുടെ ഹിഡൻ അജണ്ട പ്രശ്നം ഒരു കേസ് പ്രശ്നം കേന്ദ്ര സർക്കാർ ED ഉപയോഗിച്ച് ഒരു കേസ് ഇങ്ങനെ ലൈവായി നിർത്തുക. പ്രശാന്ത്, ഒരു കേസ് സുഹൃത്തെ, ഒരു കേസിനെ ഇങ്ങനെ ലൈവായി നിർത്തുക, അത് എപ്പോൾ വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കാൻ പാകത്തിന് അന്വേഷണം പൂർത്തിയാക്കില്ല. പിടിച്ച് ജയിലിലിട്ടവർക്ക് ജാമ്യം കിട്ടാത്ത തരത്തിലുള്ള നിയമവ്യവസ്ഥകൾ നിൽക്കുന്നു. ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോയാൽ ഒരാൾക്ക് പുറത്തു പോലും വരാൻ കഴിയാത്ത വിധം അതിനെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കുന്നു, വേട്ടയാടുന്നു. പൊളിറ്റിക്കൽ ഇഷ്യൂ അതാണ്. അത് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ വേട്ട നടത്താമോ? രാഷ്ട്രീയ കൊടുത്താൽ ഹാജരാകാനുള്ള മനസ്സ് കാണിക്കണം. ശരി, അല്ല ചോദ്യം കൃത്യമായ ചോദ്യകർത്താവിന് ഉത്തരം ബോധിച്ചിട്ടില്ല. നമുക്ക് അവിടെ ക്ലോസ് ചെയ്യാനേ പറ്റൂ. റൈറ്റ്, എന്തോ ആവട്ടെ. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കൊല്ലത്ത് നിന്നാണല്ലോ ശ്രീ നൗഷാദ്. നമ്മൾ കൊല്ലത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു ഘട്ടത്തിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ വളരെയധികം ചർച്ച ചെയ്ത ഒന്നാണ് മോദി സർക്കാർ എങ്ങനെ പ്രതിപക്ഷ നേതൃത്വത്തെ, പ്രതിപക്ഷ പാർട്ടികളെ എങ്ങനെ ഉന്മൂലനം ചെയ്യാൻ. ഇതാണല്ലോ പ്രതിപക്ഷ പാർട്ടികളുടെ ഏറ്റവും ശക്തമായ വിമർശനം. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിലാണ് ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ഒരു വിരുന്നിൽ പങ്കെടുത്തത്. അതിനുശേഷം അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പുകഴ്ത്തി സംസാരിച്ചത്. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രതിപക്ഷത്തിന് നേരെ മോദി ഭരണകൂടം നടത്തുന്ന നീക്കങ്ങളെ അറിയാത്തയാളാണോ പ്രേമചന്ദ്രൻ? പക്ഷേ അദ്ദേഹം മറ്റൊരർത്ഥത്തിൽ ഒരു സഹകരണം അവിടെ നടത്തുന്നുണ്ടോ, മോദിയുമായി ചേർന്ന് നടത്തുന്നുണ്ടോ? ഇവിടെ അതൊരു വിഷയമാണോ? അല്ല, അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ മോദി ഭീഷണിയുണ്ട്, പ്രീണനമുണ്ട്. ഇത് രണ്ടുമുണ്ട്. കൂടെ നിൽക്കുന്നോ അകത്തു പോകുന്നോ, ഇതാണല്ലോ ചോദ്യം. കൂടെ നിൽക്കുന്നവർക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട്, സ്ഥാനങ്ങളും കൊടുക്കുന്നുണ്ട്. പലരും റിട്ടയർ ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് ഗവർണർമാരാവുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഞാൻ പറഞ്ഞു തീരട്ടെ സാറേ. എവിടെ ആ പ്രീണനം അത് തുടരുന്നു. അതിലെ ഇവിടെ പിണറായി വിജയൻ ഇന്ത്യയിൽ CAA പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇവിടെ നടപ്പിലാക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്.
ഞാൻ പറഞ്ഞ പിണറായി വിജയൻ CAA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ബീഫിന്റെ പേരിൽ ഈ രാജ്യത്താകെ കലാപമുണ്ടാക്കാൻ സംഘപരിവാർ ശക്തികൾ പരിശ്രമിച്ചപ്പോൾ അതിനെതിരായി എൻ്റെ ജനങ്ങൾ ബീഫ് കഴിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത് എൻ്റെ നാട്ടിൽ ബീഫ് വെട്ടും, വിൽക്കും, തിന്നും. അതിന് എൻ്റെ സർക്കാർ സംരക്ഷണം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി. ഇപ്പൊ ഇവിടെ കേരളത്തിൽ കോൺഗ്രസ്സുകാരും BJP-കാരും കേരളത്തിലെ എല്ലാ ജനങ്ങളും ബീഫ് കഴിക്കുന്നുണ്ട് അല്ലേ? ഇവിടെ ഇത് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു നിലപാടുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായത് കൊണ്ടാണ് എന്നുള്ള കാര്യം മറക്കണ്ട. 3, ഇവിടെ ആദ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ തന്നെ ഡൽഹി പോയി സമരം ചെയ്യുന്നു. ഏതിനെതിരായി? കേന്ദ്രം സംസ്ഥാനങ്ങളോടുള്ള നിലപാട്, ആ ഫെഡറൽ സംവിധാനത്തിനെതിരായി. അത് നമ്മൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് തൊട്ട് തലേന്ന് കർണാടക ഗവൺമെൻറ് പോയി അല്ലേ? ആ കർണാടക ഗവൺമെൻറ് പോയപ്പോൾ അവിടെ കോൺഗ്രസ്സാണ്. അവർ തന്നെ പറഞ്ഞു കേരളത്തിൻ്റെ ആവശ്യം ന്യായമാണെന്നാണ് പറഞ്ഞത്. അതുപോലെ സുപ്രീം കോടതിയിൽ ഈ കേന്ദ്ര ഗവൺമെൻറ്റിനായി നിങ്ങളിവിടെ പറയുന്നത് പോലെ എല്ലാ അധികാര സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികളെയും അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ്റുകളെയും ഞെക്കിക്കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരമോന്നത സുപ്രീം കോടതി പോയപ്പോൾ കിട്ടാനുള്ള കാശിന് വേണ്ടി പോയപ്പോൾ പറഞ്ഞെന്താ, കേസ് പിൻവലിച്ചാൽ അനുവാദം തരാമെന്ന് പറഞ്ഞപ്പോൾ പിൻവലിക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേസ് നടത്തിയ ഗവൺമെന്റ്. ശ്രീ നൗഷാദ്, ആദ്യമായി പ്രമേയം പാസാക്കിയ നിയമസഭ. ഞാൻ എന്റെ ചോദ്യത്തിന്റെ ഇതെല്ലാം കേരളത്തിലാണ്. അതിന്റെ മുൻപന്തിയിൽ പിണറായി വിജയൻ തന്നെയാണ്. കൊല്ലത്തിന്റെ കാര്യത്തിൽ കൊല്ലത്ത് പ്രീണനമാണോ? ഇവിടെ പൂർത്തിയാക്കാം. കൊല്ലത്തേക്ക് വരുമ്പോ ശ്രീ പ്രേമചന്ദ്രന് പ്രധാനമന്ത്രിയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, പോയി, സ്വാഭാവികമായിട്ടും പോയി എന്ന് പറയുന്നു. അല്ല, ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഈ ബന്ധങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്ന? ബന്ധങ്ങളെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികൾ ബന്ധങ്ങളെ ഉപയോഗിക്കുന്നത്, ഭരണാധികാരികളെ ഉപയോഗിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അല്ലേ? പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തി കൊല്ലത്തിന് എന്ത് കിട്ടി? പറയാം. ബൈപ്പാസ് ബൈപ്പാസ് പറയാം. എന്തായാലും ഇങ്ങോട്ട് പറഞ്ഞത് കാര്യമായി കേട്ടാ, പറഞ്ഞത് കാര്യമായി പറയാം. ചമകല ഇത്രയും രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൊല്ലത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു സംഘപരിവാർ പ്രീണനത്തിന്റെ മണ്ഡലമാണിത്. അതിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ വലിയ ചർച്ചയായി മാറിയ കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും പുതിയ കാര്യങ്ങളല്ല. അങ്ങോട്ടാണോ? അദ്ദേഹം മറുപടി പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യത്തിന് കൂടെ ഒരു ഉത്തരം കിട്ടിയാൽ കൊള്ളാം. എന്താ ചോദിച്ചോളൂ. BJP സംഘപരിവാർ സംഘടന ആണോ അല്ലയോ? യെസ് ഓർ നോ, അത്രയും മതി. ചമകല, BJP സംഘപരിവാർ സംഘടന ആണോ അല്ലയോ? യെസ് ഓർ നോ. അല്ല, പ്രേമചന്ദ്രൻ അങ്ങനെ അല്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് അദ്ദേഹം അവിടെ ഒരു ഒളിയം പങ്കോട്ടിട്ടത്. ശ്രീ ചാമക്കാല, എന്തിനെ സംബന്ധിച്ചാണ് ഇതെല്ലാം? ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് ഏറ്റവും അവസാനം ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പ്രേമചന്ദ്രനാണ് അതിന് വഴിയൊരുക്കിയത്. പ്രേമചന്ദ്രൻ പറഞ്ഞു BJP ഒരു സംഘപരിവാർ സംഘടനയല്ല. വലിയ തോതിൽ ഒരു ചാനൽ ചർച്ചയിലും മറ്റുമാണ് അത് വലിയ ചർച്ചയായി കേരളത്തിൽ മാറുകയും ചെയ്തു. അതാണ് MLA അങ്ങോട്ടേക്ക് നേരിട്ട് വെച്ചത്, ചോദിച്ചത്. അല്ല, ശ്രീ നൗഷാദ് പറഞ്ഞതിന് കൃത്യമായ മറുപടി പറയാം. താങ്കളുടെ ചോദ്യം ശ്രീ പ്രേമചന്ദ്രൻ അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചപ്പോൾ അത് പോയതുമായി ബന്ധപ്പെട്ടായിരുന്നു താങ്കളുടെ ചോദ്യം. അതിന് മറുപടിയായി ശ്രീ നൗഷാദ് പറഞ്ഞത് പ്രേമചന്ദ്രൻ ഇത്തരത്തിലൊരു ആതിഥ്യം സ്വീകരിച്ചു. നൗഷാദിന് അതിനെ തള്ളിപ്പറയാനാകില്ല. കാരണം മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിക്ക് എത്രയോ തവണ ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഈ അടുത്ത സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എറണാകുളത്ത് വന്നപ്പോൾ എങ്ങനെയാണ് കുമ്പിട്ട് പോയി നിന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഉറപ്പായി നിൽക്കണം.
പക്ഷേ നട്ടല് വളഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല. ജ്യോതി, അതൊരു നമ്മുടെ മുഖ്യമന്ത്രി നട്ടല് വളഞ്ഞു നിൽക്കേണ്ട കാര്യമില്ല. പരിപാടികളല്ലേ? ഔദ്യോഗിക പരിപാടിയും സൗഹൃദ വിരുന്നും രണ്ടല്ലേ? അതെ. അല്ലേ? എന്റെ ചോദ്യം, ഞാൻ പറയാം. UDF-ന്റെ രാഷ്ട്രീയത്തെ പോലും പ്രേമചന്ദ്രന്റെ ആ സന്ദർശനം ദുർബലമാക്കിയോ? മുഹമ്മദ് റിയാസും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ഒക്കെ കേന്ദ്രമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും സ്വീകരിച്ചാൽ അത് ജനാധിപത്യപരം. മറിച്ച് ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും നല്ല ജനപ്രതിനിധി, ആ ഏറ്റവും നല്ല ജനപ്രതിനിധിക്കുള്ള അവാർഡ് കിട്ടിയ ഒരംഗം ശ്രീ NK പ്രേമചന്ദ്രൻ, അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്, അങ്ങനെ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു പാർലമെന്റ് അംഗം, ആ പാർലമെന്റ് അംഗത്തെ ഒരു ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ അതിൽ രാഷ്ട്രീയം കൂട്ടിക്കിഴക്കുകയും നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ അവരെ സ്വീകരിച്ചാൽ അത് ജനാധിപത്യപരമാണ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയും നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇനി ഇവിടെ CAA സമരത്തെക്കുറിച്ച് പറഞ്ഞു. നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയ ആ പ്രമേയത്തിനെതിരായി സംസാരിച്ച ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ സർക്കാർ അതിന് അനുമതി നൽകിയിട്ടില്ല. അതും ഇത്തരണത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. പിന്നെ പറഞ്ഞത് ബന്ധങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ സംബന്ധിച്ച് ശ്രീ NK പ്രേമചന്ദ്രനെ കുറ്റപ്പെടുത്താൻ ശ്രീ നൗഷാദ് ശ്രമിച്ചു. ബന്ധങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് EP ജയരാജൻ്റെ കുടുംബത്തിലുള്ള വൈദേകം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ കുടുംബത്തിലുള്ള നിരാമയ റിസോർട്ടുമായി ലയിച്ചത് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ പരസ്യമായി നിൽക്കുകയാണ്. റൈറ്റ്. ഇവിടെ ഞാൻ നൗഷാദിനോടൊരു ചോദ്യമുണ്ട്, MLA-യോട് ഒരു ചോദ്യമുണ്ട്. അതിന് മുമ്പ് പ്രശാന്ത്, ഇതിൽ കൊല്ലത്തെ BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രേമചന്ദ്രന് കൂടുതൽ സഹായകരമാകുന്ന നിലയിലേക്കുള്ളൊരു BJP സമീപനം സ്ഥാനാർത്ഥി നിർണയത്തിൽ കാലാകാലങ്ങളിലായിട്ടുണ്ട് എന്ന രാഷ്ട്രീയ നിരീക്ഷണം നമ്മുടെ നാട്ടിൽ ശക്തമാണ്. അങ്ങനെ ഒരു സഹായവും ഉണ്ടാകില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ 2019 തെരഞ്ഞെടുപ്പിൻ്റെ BJPക്ക് കിട്ടിയ വോട്ട് 2014 BJPക്ക് കിട്ടിയതിൻ്റെ വോട്ടിൻ്റെ 50% വർധനവാണ് 2019 കിട്ടിയത്. അതുകൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ആർക്കും ആശങ്ക വേണ്ട. കരുത്തനായ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും BJPക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു BJPയുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് ഇവിടെ ചോദിച്ചു. ഈ രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ്. അതെ, ആ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കൊല്ലത്ത് നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ പോലും നിർണ്ണയിക്കാൻ കഴിയാത്തത് ആ പാർട്ടിക്ക് കഴിയാത്തതുകൊണ്ടല്ല. കൊല്ലത്ത് BJPക്ക് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ട് വൈകുന്നു? ഒറ്റക്കെട്ടായി എന്റെ ചോദ്യം ശക്തമാണ്, പ്രബലമാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആര് എന്ന് പറയുവാനുള്ള ആർജവം ഈ രണ്ട് മുന്നണികൾക്കുണ്ടോ? ഇവിടെ കൊല്ലത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാന്നുള്ള ലളിത ചോദ്യം. കാരണം എന്താണ്? കൊല്ലത്ത് നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നാളിതുവരെ വരാത്തത് എന്തുകൊണ്ടാണ്? കൊല്ലത്ത് ഏപ്രിൽ മാസം 26 തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിൽ BJP അറിയാലോ 543 സീറ്റിൽ പ്രഖ്യാപിക്കണം. അപ്പൊ കൊല്ലത്തിൽ 280 സീറ്റിൽ മാത്രമാണ് കൊല്ലത്തല്ല, കേരളത്തിൽ 4 സീറ്റുകളിൽ പ്രഖ്യാപിക്കാനുണ്ട്. ഞാൻ MLA പറഞ്ഞ 1-2 കാര്യങ്ങൾ. ഇവിടെ തെരഞ്ഞെടുപ്പ് ഒരു ചോദ്യമാണ് കോൺഗ്രസിനോടും BJPയോടും കൂടെ ചേർന്നുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം എന്ന് വെച്ചാൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി AK ആന്റണിയും അദ്ദേഹത്തിന്റെ വൈഫ് എലിസബത്തും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് BJPക്കാണ് എന്നൊരു പ്രഖ്യാപനം വന്നിരിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ ഇവിടെ ഈ കൊല്ലത്തിന്റെ 10 വർഷം കൊണ്ട്, ഒരു പതിറ്റാണ്ട് കൊണ്ട് ഈ കൊല്ലം പാർലമെന്റ് നിവാസികളെ ഓരോ കാര്യങ്ങൾ കപടത പറഞ്ഞ് പറ്റിക്കുന്ന ഒരു പാർലമെന്റ് MP ആയി നിലനിൽക്കുന്ന ഈ പ്രേമചന്ദ്രൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രേമചന്ദ്രൻ ഈ BJP വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആ പ്രേമചന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനകത്ത് പിൻവലിക്കുന്നതിന് മുമ്പ് വന്നാൽ UDFന്റെ സ്ഥാനാർത്ഥി വരാത്തത് പ്രേമചന്ദ്രൻ വരുമെന്നുള്ള വിശ്വാസം. പ്രേമചന്ദ്രൻ UDFന്റെ സ്ഥാനാർത്ഥിയായി വരും, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനുവേണ്ടി എന്റെ ചോദ്യം ഇവിടുത്തെ ഇടതുപക്ഷ പ്രതിനിധിയോടാണ്. ഇവിടുത്തെ MLA 1728 കോടി രൂപയുടെ വികസനം പറയുന്നു. എവിടെ നിങ്ങൾ കൊല്ലത്തിന്റെ MLA മത്സരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ MLA-യുടെ പ്രവർത്തനവും MLA-യുടെ വികസന പ്രവർത്തനങ്ങളിലെ അവകാശവാദവും തർക്കവും ചോദ്യവുമാണെന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. ഇവിടെ ഉയർന്നു വന്ന മറ്റു വിഷയങ്ങളുണ്ട്. വികസന പ്രശ്നമുണ്ട്, LDF-മായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, LDF കൺവീനറുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. താങ്കളിലേക്ക്. അല്ല, ആദ്യം ശ്രീ ചാമക്കാല ഔദ്യോഗിക സംവിധാനത്തിൽ
പ്രധാനമന്ത്രി വരുമ്പോൾ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാൻ പോവുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നം തന്നെയാണ്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത ചാമക്കാലയോട് ലോകസഭയ്ക്കകത്ത് ഞങ്ങൾ ഉമ്മ കൊടുക്കാനൊന്നും പോയില്ലല്ലോ, ഒരു കൈ കൊടുക്കാനല്ലേ പോയുള്ളൂ. രാഹുൽ ഗാന്ധി ഉമ്മ കൊടുത്തത് നമ്മൾ കണ്ടു. 2, ശ്രീ AK ആന്റണിയുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മകൻ BJP പോയി. പരസ്യമായി പറഞ്ഞെന്താ, ഞാൻ പോയി പള്ളിയിൽ അച്ഛനോടും ചോദിച്ചപ്പോൾ മോൻ പൊയ്ക്കോളാൻ അനുവാദം കൊടുക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം എന്താ? പോകുന്നതിന് മുമ്പ് വീട്ടിൽ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നു, അവർ ആലോചിച്ച് ഉറപ്പിച്ചിട്ടാണ് പോയതെന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. പിന്നെ വികസനത്തെക്കുറിച്ച് പറയാം. ഇത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 10 വർഷക്കാലമായി ഇവിടെ MP ആയി പ്രവർത്തിക്കുന്ന ശ്രീ പ്രേമചന്ദ്രൻ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൽ നടപ്പിലാക്കിയത് ഏത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. പിന്നെ ബൈപ്പാസിൻ്റെതും കൂടെ പറയാം. ഞാൻ പറയാം. വികസനം എന്ന് പറയുന്നത് തൊഴിൽ മാത്രമല്ല, നാടിന്റെ വികസനം. ഇവിടെ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ അർബുദ രോഗ ചികിത്സയ്ക്ക് പ്രത്യേക പദ്ധതി പരിഗണനയിൽ, ഇപ്പോഴും പരിഗണനയിലാണ്. പരിഗണന എന്ന് വെച്ചാൽ ആയിട്ടില്ല എന്നാണ് ആ പറഞ്ഞത്. ശരി, അടുത്തത് 3 പതിറ്റാണ്ട് പിന്നിടുന്ന ദേശീയ ജലപാതയുടെ പൂർത്തീകരണവും അഷ്ടമുടിക്കായലിന്റെ പാരിസ്ഥിതിക പുനരുദ്ധാരണവും. എന്തായി? പ്രഖ്യാപനം മാത്രം. കശുവണ്ടി വ്യവസായ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര നടപടി. എന്ത് നടപടി? ശരി, പത്രത്തിൽ മാത്രം, ചോദ്യം മാത്രം കൊണ്ടുവന്നു. ആര്? നമുക്കിവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ പാർവതി മില്ലിൽ നാനോ ടെക്സ്റ്റൈൽ ടെക്നോളജി ഗവേഷണ കേന്ദ്രം, ടെക്സ്റ്റൈൽ പാർക്കും സ്ഥാപിക്കണം. അല്ലേ? ശരി, സ്ഥാപിക്കണം. ഇപ്പോ ഈ 10 വർഷക്കാലം കൊണ്ട് ഒരു പാമ്പും കൂട് കൊല്ലം പട്ടണത്തിൽ സംഭാവനയായി. അടുത്ത റൗണ്ടിൽ വികസനം കുറെ കൂടി സമഗ്രമായി വരുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊന്ന്, ദേശീയപാത വൻമതിൽ മാറും. ദേശീയപാത മൊത്തം വൻമതിലുകളാണല്ലോ. വൻമതിലുകൾ മാറും. എവിടാണ് മാറിയത്? ഇനി ഇവരുടെ കുട്ടിയത്തും അയത്തിലും എല്ലാം അവിടെ നിൽക്കല്ലേ? ശരി, ചുമ്പാ വേഗത്തിൽ കോൺഗ്രസ്സുകാർ തന്നെ ഓട്ടിച്ചത് നമുക്ക് അറിയാവേ, ഓർമ്മയുണ്ട്. വികസനവുമായി ബന്ധപ്പെട്ട പിന്നെ ബൈപ്പാസിന്റെ കാര്യം കൂടെ പറയണം സാർ. വേഗത്തിലാക്ക്. കൊല്ലം ബൈപ്പാസ് ചർച്ച വരും. പ്രിയമുള്ളവരെ, കൊല്ലം ബൈപ്പാസിൽ NK പ്രേമചന്ദ്രന് എന്ത് പങ്ക്? പറഞ്ഞോട്ട് ആ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ഉപേക്ഷിച്ചതാണ് സാർ. അത് രണ്ടാമത് പുനർജനിച്ചു. അത് പുനരുജ്ജീവിപ്പിച്ചത് UDF പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ, ആ മൈക്കിൽ കൂടെ തന്നെ ഞാൻ പറയുന്നു, അത് പുനരുജ്ജീവിപ്പിച്ചതിൽ UDF പങ്കുണ്ടെന്ന് പറഞ്ഞാൽ ഒരു ശരിയുണ്ട്. അതൊരു ശരിയുണ്ട്, പറഞ്ഞ് ശരിയുണ്ട്. ഒന്ന്, അത് പുനർജനിച്ചു. എങ്ങനെ? 50-50 എന്നുള്ള കരാറിൽ സംസ്ഥാന ഗവൺമെന്റും അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, പീതാംബരക്കുറുപ്പ് MP, അവിടെ മൻമോഹൻ സിംഗ്, 50-50 എന്ന കരാറുണ്ടായി അല്ലേ? ആ കരാറുണ്ടായപ്പോൾ അന്ന് ഈ കരാറുണ്ടാക്കുമ്പോൾ പ്രേമേന്ദ്രൻ ഏത് മുന്നണിയിലാ? ആന്നേ, അത് തന്നെ ഞാനും പറഞ്ഞേ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് അപ്പൊ ഈ കരാറിൽ ക്ലെയിമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. അല്ല, ഈ കരാറിൽ പങ്കില്ലേ? ശരി, ഈ കരാറിൽ പങ്കില്ല. ഒന്നാം പിണറായി ഗവൺമെന്റ് വന്നു. ഈ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ G. സുധാകരന്റെ നേതൃത്വത്തിലാണ് ഈ ബൈപ്പാസിന്റെ പണി പൂർത്തീകരിക്കുന്നത്. പൂർത്തീകരിക്കുമ്പോ ഇനി ഒന്നും കൂടെ, അത് പൂർത്തീകരിക്കുമ്പോ യഥാർത്ഥത്തിൽ ഉദ്ഘാടനം നേരത്തെ നടക്കേണ്ടതായിരുന്നു കേട്ടോ. അതിന് ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടുത്തെ MLA ആയ ഞാന്, മുകേഷ്, അന്ന് വിജയൻപിള്ള ചേട്ടനുണ്ട്, വിജയൻപിള്ള ചേട്ടൻ MP ഉണ്ട്. ഞങ്ങൾ ഉദ്ഘാടനത്തിനെ കുറിച്ച് ആലോചിച്ചു. അന്നേരമാണ് അവിടെ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുന്നത്, സാറേ പണിയൊക്കെ തീർന്നു, പക്ഷെ അവിടെ ലൈറ്റിംഗ് സംവിധാനം ഈ പ്രോജക്റ്റിൽ ഇല്ല. അന്നേരം തന്നെ G. സുധാകരൻ പറഞ്ഞ്
അത് പൂർത്തീകരിച്ചിട്ട് മതി ഉദ്ഘാടനം, ചർച്ചയൊക്കെ പിന്നെ. അതേ ആഴ്ചയിൽ തന്നെ അദ്ദേഹം ഇവിടുന്ന് പോയിട്ട് 5.5 കോടി രൂപ ലൈറ്റിങ്ങിനും കൂടെ അതും നടന്നു. ഇതല്ലേ പറഞ്ഞു അതും നടന്നു. ശരി. അത് നടന്നപ്പോ ഞാൻ പറഞ്ഞ പണി പൂർത്തീകരിച്ചത് ആരാ? ഓക്കെ. പണി പൂർത്തീകരിച്ചത് എല്ലാവരും സർ, സംസാരിക്കണം. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പണി പൂർത്തീകരിച്ചത് LDF ഗവൺമെന്റ്. അന്ന് ഇദ്ദേഹം ഏതിലാ? ശരി. അന്ന് ഇദ്ദേഹം UDF-ല്. ഓക്കെ ഓക്കെ. അന്ന് ഇദ്ദേഹം UDF-ല്. രണ്ടിനും Right. പങ്കില്ല. ശരി, നിങ്ങൾ സംസാരിക്കും. രണ്ടിനും അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പങ്കില്ല. സംസാരിക്കും. അടുത്തത് അവിടെ സംസ്ഥാന ഗവൺമെന്റാണ് തരാം. സംസ്ഥാന ഗവൺമെന്റാണ് ആ, ദേശീയപാതയുടെ ചോദിച്ചോളൂ, പണി ചോദിച്ചോളൂ. മോണിറ്റർ ചെയ്യുന്നത്, ബൈപ്പാസിന്റെ പണി നടത്തുന്നത്. അറിയാവുന്നവർക്കറിയാം. ഒരു റോളും ഇല്ല. MLA ആ, ചോദിച്ചോളൂ. നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ ഭരിക്കുന്ന നിങ്ങളാണല്ലോ, സംശയമൊന്നും ഇല്ലല്ലോ? ഒരു സംശയമില്ല. ഇല്ല. അവിടെ ഒരു അമൃത് പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? ഏതാ അമൃത് പദ്ധതി? അമൃത പദ്ധതി കൊല്ലം കോർപ്പറേഷനിൽ മാത്രമല്ല, കേന്ദ്ര സർക്കാരിന്റെ അമൃത പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഇല്ലായിരുന്നു. അല്ല, അമൃത പദ്ധതി NK പ്രേമചന്ദ്രൻ ഇനിഷ്യേറ്റീവ് ചെയ്തതിന്റെ പേരിൽ വന്നതല്ല. ഈ സംസ്ഥാന ഈ അതെ, അമൃത പദ്ധതി അല്ല, അതെ, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ. ഞാൻ പറഞ്ഞ ഒരു MP ഇനിഷ്യേറ്റീവ് ചെയ്യുന്ന പദ്ധതിയുണ്ട്. ഈ നയത്തിന്റെ ഭാഗമായി പൊതുവായി വരുന്ന നയത്തിന്റെ ഭാഗമായി പൊതുവായി അമൃത പദ്ധതി, കൊല്ലം കോർപ്പറേഷനിൽ അമൃത പദ്ധതി കിട്ടിയത് പ്രേമചന്ദ്രനാണ് എന്നൊക്കെ അവകാശപ്പെട്ടാൽ ഞാൻ പറഞ്ഞ ആടിനെ പട്ടിയാക്കുന്ന പണി കാണിക്കും. BJP-യോടുള്ള ചോദ്യമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. 13 നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞത് ഈ ഗവൺമെന്റ് സമയത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വന്നു. അത് 30%, മറ്റുള്ള സാധനങ്ങളുടെ വില 50% BJPയുടെ പ്രതിനിധിയോടുള്ള ചോദ്യം. ഗ്യാസിന്, പെട്രോളിനും അനിയന്ത്രിതമായി വിലക്കയറ്റം ഉണ്ടാക്കിക്കൊണ്ട് ജനജീവിത നമസ്കാരം സാർ, എനിക്ക് ചോദിക്കാനുള്ളത് BJPയുടെ പ്രതിനിധിയോടാണ്. കോൺഗ്രസിൽ നിന്നും ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ നേതാക്കന്മാർ പോകുന്നത് CPM-ലേക്കല്ല, അത് BJP-യിലേക്കാണ്. ആ കാര്യം താങ്കൾ വിസ്മരിക്കരുത്. പിന്നെ ഒന്നും കൂടെ പറയട്ടെ സാറേ, പറയട്ടെ. ഞാൻ പറയട്ടെ. പിന്നെ ജ്യോതികുമാർ സാറിനോട് എനിക്ക് പറയാനുള്ളത്, സാർ ഇപ്പോൾ പറഞ്ഞു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വന്നപ്പോൾ കുമ്പിട്ട് നിന്നു എന്നുള്ള കാര്യം സാറ് പറഞ്ഞു. പക്ഷേ സാർ ഒരു കാര്യം വിസ്മരിക്കരുത്. അതായത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷം എന്നാണ്. അദ്ദേഹം മാത്രമല്ല, ഇടതുപക്ഷത്തിലെ ഒരു പാർട്ടി മെമ്പർ പോലും ഒരാളുടെ മുമ്പിൽ മുട്ടുമടക്കില്ല എന്നുള്ള കാര്യം താങ്കൾ മറക്കരുത്. ചോദിച്ച ചോദ്യം കേന്ദ്ര തൊഴിലില്ലായ്മ നിരക്കിനെ കുറിച്ചാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, സംസ്ഥാനത്തിന്റെ തൊഴിലില്ലായ്മയുടെ നിരക്ക് 8 മുതൽ 10% വരെയാണ്. അതേസമയം കേന്ദ്ര തൊഴിലില്ലായ്മയുടെ നിരക്ക് 3 മുതൽ 4% വരെയാണ്. നിങ്ങൾക്ക് രേഖകൾ പരിശോധിക്കാം. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 27 ലക്ഷം പേർ തൊഴിലിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്ന സംസ്ഥാനത്ത് 5 ലക്ഷം പിൻവാതിൽ നിയമനങ്ങളാണ് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ CPM നടത്തിയിട്ടുള്ളത്. നമ്മുടെ MLA ഇവിടെ സൂചിപ്പിച്ചു 2 കാര്യങ്ങൾ. ബീഫ്, പൗരത്വ ഭേദഗതി നിയമം. ഞാൻ ഒരു കാര്യം പറയാം, ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള വിലയിരുത്തലാണ് ഉണ്ടാകേണ്ടതെന്ന് ജനങ്ങൾ തീരുമാനിക്കണം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാർ, കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ബഹുമാനായ പിണറായി വിജയന്റെ സർക്കാർ, 2004 മുതൽ 2014 വരെ ഭാരതം ഭരിച്ച UPA ഗവൺമെന്റ് ഇതിനെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ വേണം. പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ ഇന്ത്യയിൽ അധിവസിക്കുന്നുണ്ട്. ഈ 140 കോടി ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലെ പൗരത്വ വിഷയം ആ പൗരത്വ ഭേദഗതി ബില്ലുമായി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒന്നുമില്ല. 15 വർഷം MLA ആയിരുന്ന ശ്രീ രാജേന്ദ്രൻ BJPയുടെ പ്രഭാരി പ്രകാശ് ജാവേദ്കറിന്റെ വീട്ടിൽ പോയി മുട്ടുമടക്കി നിൽക്കുന്നത് നമ്മൾ കണ്ടത്. ഞാൻ അത് മാത്രമേ അതേക്കുറിച്ച് പറയുന്നുള്ളൂ. ഒരുപാട് പറയാനുണ്ട്. പോട്ടെ. മറ്റൊരു സഹോദരൻ പറഞ്ഞു, ശ്രീ AK ആന്റണിയും ശ്രീമതി എലിസബത്ത് ആന്റണിയും ആർക്ക് വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്ന്. ശ്രീ AK ആന്റണി നിലവിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എലിസബത്ത് ആന്റണി. അവർക്ക് തീരട്ടെ, ഞാൻ പറഞ്ഞു തരട്ടെ സഹോദര, നിങ്ങളോടല്ല. അവർക്ക് വോട്ട് ചെയ്യാൻ
നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയുണ്ട്. സ്ഥാനാർത്ഥിയുടെ പേര് ശശി തരൂർ എന്നാണ്. എന്നാൽ CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറിക്ക് കഴിഞ്ഞ 30-40 വർഷമായി സ്വന്തം പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടേ ഇല്ല. വികസനം ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇവിടെ രാഹുൽ ഗാന്ധി മോദിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് വലിയ ആശങ്ക. വെറുപ്പിന്റെ കടയിൽ സ്നേഹത്തിന്റെ കച്ചവടം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. ഒരു തർക്കവും വേണ്ട. ചമകല ആ കച്ചവടം യേശുന്ന കച്ചവടമാണോ? അതെ, തീർച്ചയായിട്ടും. ആ കച്ചവടം കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും മെച്ചമുണ്ടായോ? ദേശീയ തലത്തിൽ രാഷ്ട്രീയമായ വിമർശനം വലുതല്ലേ? ദേശീയ തലത്തിൽ ഇന്നും BJP എതിരിടുന്ന കക്ഷി ആരാണ്? പക്ഷെ സ്ട്രൈക്ക് റേറ്റ് കുറവാണ് ചമകല. നിങ്ങൾ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് കുറവാണ്. 1.25% വോട്ട് 3 സീറ്റും. എനിക്ക് ശ്രീ നൗഷാദിനോട് പോയതും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഞാൻ പറയട്ടെ, പോട്ടെ. ഇനി മണ്ഡലം വികസനം പ്രേമചന്ദ്രൻ. ഇവിടെ ശ്രീ നൗഷാദ് ചോദിച്ചത് MP നടത്തിയ വികസന നേട്ടങ്ങളെ കുറിച്ചാണ്. ഞാൻ ദിവസങ്ങൾക്കുള്ളിൽ നേരിട്ട് അങ്ങയുടെ വീട്ടിൽ ശ്രീ NK പ്രേമേന്ദ്രൻ നടത്തിയുള്ള വികസന രേഖ താങ്കളുടെ വീട്ടിൽ ഞാൻ നേരിട്ട് എത്തിച്ചു തരാം. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താങ്കൾ എന്നോട് ചോദിച്ചാൽ. സംശയം ചോദിച്ചു. അതായത് ഇപ്പോഴും 10 വർഷം കഴിഞ്ഞപ്പോഴും പരിഗണനയിലാണെന്നാണ് പലതും. ഞാൻ അദ്ദേഹം വികസന നേട്ടം ഞാൻ MLA-യുടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് MLA-യുടെ വീട്ടിൽ ഞാൻ നേരിട്ട് എത്തിച്ചു കൊടുക്കും. അദ്ദേഹം അത് വായിച്ചതിന് ശേഷം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഞാൻ ക്ലാരിഫൈ ചെയ്യാം. എന്ന് വെച്ചാൽ MLA വായിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ബാക്കിയുടെ കേട്ടോളൂ. ഇവിടെ ഒറ്റ കാര്യം, ഒരു നൗഷാദിന്റെ വികസന നേട്ടങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, KSRTC ബസ് സ്റ്റാൻഡ് എപ്പോൾ വീഴുമെന്നറിയില്ല. 2, ഓലയിൽ പാലം. ആ ഓലയിൽ പാലം ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. 3-ാമത്തേത് ആശ്രമം ഗസ്റ്റ് ഹൗസ്. ഇദ്ദേഹം കൂടെ പറഞ്ഞു പാമ്പിൻകൂട്. ആശ്രമം ഗസ്റ്റ് ഹൗസിനെ സംബന്ധിച്ച് ഇദ്ദേഹം പറഞ്ഞു പാമ്പിൻകൂടെന്ന്. ഭാർഗവി നിലയമായി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ. അവിടെ ശ്രീ P. ചിദംബരം കേന്ദ്രമന്ത്രിയായിരിക്കെ നൽകിയുള്ള 2 ബോട്ടുകൾ ഇപ്പോഴും അവിടെ ഒളിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് കൂടി. പിന്നെ പാലങ്ങളെ സംബന്ധിച്ച് പെരുമൺ പാലം ഉൾപ്പെടെയുള്ളത് എങ്ങോട്ടാണ് അതിന്റെ ദിശ പോലും നമുക്ക് ഇപ്പോഴും അറിയില്ല. ജ്യോതികുമാർ ചാമക്കാല MP ചെയ്ത വികസനങ്ങളെ കുറിച്ച് പിന്നെ പറയാമെന്ന് പറയാം. MLA-യുടെ വീട്ടിലെത്തിക്കാം എന്നാണോ പറയണ്ടേ? റെയിൽവേയുമായി ബന്ധപ്പെട്ട് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെയിൽവേയിൽ 361 കോടി രൂപ. ഹൈവേ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഹൈവേ, എങ്ങോട്ടേക്ക് പോകുന്ന ഹൈവേ 467 കോടി രൂപ. അത് തർക്കിച്ചു. ആ തർക്കം അവിടെ നടക്കട്ടെ. ഞാൻ ഡോക്യുമെന്ററി എവിഡൻസ് കൊടുക്കാമെന്ന് പറഞ്ഞത് ആധികാരികമായിട്ടാണ്. ഒരു ഡോക്യുമെന്റ് ഉയർത്തിക്കാട്ടിയ സംസാരിച്ചത്. ഒരു MP ഒരു സ്ഥാനാർത്ഥിയെ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന ഡോക്യുമെന്റ്, ഇലക്ഷൻ ഡോക്യുമെന്റ്, ആ ഡോക്യുമെന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. കോൺഗ്രസ്സുകാരോടും BJP-ക്കാരോടും പ്രത്യേകം ചോദ്യം ചോദിക്കേണ്ട, ഒന്നിച്ച് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ചോദ്യം എന്താണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ, ഞാൻ ഒരു സാധാരണക്കാരനാണ്. എന്തിൻ്റെ പേരിലാണ് ഞാൻ സാറിന് വോട്ട് ചെയ്യേണ്ടത്? BJP-ക്കാരോ? അത് 414 രൂപയായിരുന്നു 2014 ഗ്യാസിൻ്റെ വില, ഒരു കുറ്റി ഗ്യാസിൻ്റെ വില. ഇപ്പോൾ 974 കൊടുക്കണം. ഞാൻ വോട്ട് ചെയ്യണം. അന്ന് സാർ പെട്രോളിൻ്റെ വില 50 രൂപ. ഈ പെട്രോളിന്റെ വില നിശ്ചയിക്കുന്ന ആരായിരുന്നു? പെട്രോളിന്റെ വില ഏറ്റവും അതായത് സംസ്ഥാനം ഏതാ? പെട്രോളിന്റെ വില ഏറ്റവും കൂടുതൽ അല്ല, കെ. സുരേന്ദ്രൻ പറഞ്ഞു 2016 50 രൂപയിലേക്ക് കൊണ്ടുവരും. ടാക്സ് ഒരു ബാരലിന് 97 രൂപ വിലയുണ്ടായിരുന്നു 2010. അന്ന് പെട്രോളിന് 50 രൂപ. ഇന്ന് 67 രൂപയാണ് ഒരു ബാരലിന് ക്രൂഡ് ഓയിലിന്റെ വില. എന്നിട്ട് 97 രൂപയാണ്, ഇന്ന് 95 രൂപയാണ്. ഞാൻ എന്തിന്റെ പേരിലാണ് BJP-ക്ക് വോട്ട് ചെയ്യേണ്ടത്? BJP-ക്ക് വോട്ട് ചെയ്യുന്നത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ നേട്ടങ്ങളെ പേര് വോട്ട് ചെയ്താൽ മതി. കൊല്ലം സീറ്റ് മത്സരിക്കുന്നത് ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ല, ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്. ഇവിടെ BJP-ക്ക് പ്രസക്തിയില്ല. ഇന്ത്യയിലെ 80 സീറ്റിലെ കോൺഗ്രസ് പ്രഖ്യാപിച്ചോളൂ സഹോദരാ. ഇന്ത്യയിലെ 80 സീറ്റിലെ കോൺഗ്രസ് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചോളൂ. 80 സീറ്റ് ഇന്ത്യയിൽ. പക്ഷെ കേരളത്തിൽ എല്ലാവരും വന്നൂന്നേ. കേരളത്തിൽ BJP മാത്രമാണ് കൊല്ലമടക്കം ഒഴിച്ചിട്ടിരിക്കുന്നത്. 3 പേരിലേക്കും. ശ്രീ പ്രശാന്ത്, ആദ്യം ഇവരുടെ പ്രതികരണങ്ങളിൽ നിന്നാണ് താങ്കളോട് ചോദിക്കുന്നത്. താങ്കൾക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കാതെയാണ് പക്ഷേ താങ്കൾ BJP-യെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്നൊരു സവിശേഷത ഈ പടക്കളത്തിനുണ്ട്. പ്രശാന്ത് പറയും. സാധാരണക്കാരന് അത്യാവശ്യമായിട്ടുള്ള കുടിവെള്ളം, വൈദ്യുതി, ശൗചാലയങ്ങൾ, ഹൗസ്, ഗ്യാസ് കണക്ഷൻ,
സൗജന്യ ഗ്യാസ് കണക്ഷൻ അടക്കം. പെട്രോൾ, ഡീസൽ, അതുപോലെ ഗ്യാസ്, തന്നെയാണ് ഇതിന്റെയൊക്കെ വില. അതുപോലെ തന്നെയാണ് വമ്പൻ വികസനങ്ങൾ. നാഷണൽ ഹൈവേകൾ ഈ രാജ്യത്തെമ്പാടും 6 വരി പാതകളാക്കുന്നു. ഈ രാജ്യത്തെ 500-ലധികം റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളത്തിന് തത്തുല്യമാക്കുന്നു. എയിംസുകൾ, ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വർദ്ധിക്കുന്നു. കേരളത്തിലുണ്ടോ? മെഡിക്കൽ കോളേജുകൾ എയിംസ് എത്ര കാലമായി കേരളം ചോദിക്കുന്നു എണ്ണം പ്രസാദ്? വർദ്ധിക്കുന്നു. കേരളത്തിന് എയിംസ് ഇല്ല. മെഡിക്കൽ കോളേജുകളുടെ ബജറ്റിലെ എണ്ണം അവഗണന വർദ്ധിക്കുന്നു. നിരന്തരം സംഭവിക്കുന്നു. മെഡിക്കൽ എയിംസ് കോളേജുകളുടെ എവിടെ? എണ്ണം വർദ്ധിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സംസ്ഥാന സർക്കാർ 4 ലക്ഷം കോടി രൂപ കടബാധ്യതയിലാണ്. കേന്ദ്രത്തിന്റെ കടം, കേരളത്തിന്റെ കേന്ദ്രത്തിന്റെ പൊതുകടം സർക്കാർ പറയാമോ? ഉദ്യോഗസ്ഥന് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല. ശരി. PSC എന്ന് പറയുന്ന സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല. കൊല്ലത്തിന്റെ പ്രശാന്ത്, രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ നിയമനം നടത്തുന്ന സംസ്ഥാനത്തെ PSC കേരളത്തിന്റേതാണ്. മോദി സർക്കാരിന്റെ കണക്കുകൾ, ദേശീയ കണക്കുകൾ അതാണ്. നാട്ടിൽ കാണാത്തൊരു MLA പക്ഷെ അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ? പ്രേമചന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടി ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. മോദി സർക്കാരിനെതിരെ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ ആഞ്ഞടിക്കുന്ന ആളാണ് NK പ്രേമചന്ദ്രൻ. അതുകൊണ്ട് പ്രേമചന്ദ്രൻ ജയിച്ചു വരേണ്ടത് ഇടതുപക്ഷത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് മുകേഷിനെ പോലുള്ള MLA ആയി പരാജയപ്പെട്ട മുകേഷിനെ പോലുള്ള ഒരാളിനെ സ്ഥാനാർത്ഥിയായി CPM പരിഗണിക്കുന്നത്. ശരി നൗഷാദ്, അത് കഴിഞ്ഞു ചമക്കൽ. നൗഷാദ്, MLA-യുമായും വികസനവുമായി ബന്ധപ്പെട്ട് കൂടി സംസാരിച്ചതുകൊണ്ട് ആദ്യമായി ഒപ്പം LDF-ന്റെ പ്രതീക്ഷകളും ഈ മണ്ഡലവുമായി. CPM ചെറിയ പാർട്ടിയാണ്. നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1.25% വോട്ട് മാത്രം ലഭിച്ച പാർട്ടി തന്നെയാണ്. പക്ഷേ ഇലക്ട്രൽ ബോണ്ട് വേണ്ടാതെ വെച്ചിട്ട് ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ ഈ 1.25% മാത്രമുള്ള ഈ CPM ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് BJP നടത്തിയ ഈ വമ്പൻ അഴിമതി പുറത്തു കൊണ്ടുവന്നത്. അതിൽ പങ്കുള്ളത് CPM-ന് മാത്രമാണ്. കോൺഗ്രസും വാങ്ങിയേ 1700 കോടി രൂപ. മറന്നു പോകരുത്, അത് മറക്കണ്ട. 2, വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഈ കേരളത്തിൽ പറഞ്ഞു തീർക്കട്ടെ ഇവിടെ ഇനി അച്ചടിച്ച് തരാമെന്നാണ് പറയുന്നത്. ഇവിടെ 10 വർഷക്കാലം കൊണ്ടിട്ട് ഒരു പദ്ധതി പോലും പ്രവൃത്തി പദത്തിൽ എത്തിക്കാൻ കഴിയാത്ത ബൈപ്പാസിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പദ്ധതി കൊണ്ടുവന്നത് UDF. അന്ന് അദ്ദേഹം LDF. പദ്ധതി പൂർത്തിയാക്കിയത് LDF. അന്ന് അദ്ദേഹം UDF. എന്താണ് അതിന്റെ വസ്തുത നിങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ MLA എന്നുള്ള അർത്ഥത്തിൽ സഖാവ് മുകേഷ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കണ്ടറിയണം. നിങ്ങൾ മുകേഷിനെ പറഞ്ഞല്ലോ, തൊട്ട് കാണിക്കാം. ജില്ലാ ആശുപത്രി 148 കോടി. പെരുമൺ പാലം. ഇത് മുകേഷിന്റെ കാലാവധി ഇനിയുമുണ്ട് 2 വർഷം. ഇവിടെ പൂർത്തീകരിച്ചിട്ട് നിൽക്കുക. 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ പറഞ്ഞോളൂ. പക്ഷേ പെരുമൺ പാലം 45 കോടി പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ ലിങ്ക് റോഡിലെ തോപ്പിൽ കടവ് പാലം, അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ നമ്മുടെ കല്ലുപാലം പണി പൂർത്തീകരിച്ചു. പുതിയ പാലങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ പാലങ്ങളുണ്ട്. പെരുംതുരത്ത് അഷ്ടമുടി പാലം, അതുപോലെ സാമ്പ്രാണിക്കുടി കുരിപ്പുഴ പാലം, കൊല്ലത്ത് കടവ് കുരിപ്പുഴ പാണയം പാലം, ഇങ്ങനെല്ലാം ഈ നാട്ടിൽ സമസ്ത മേഖലയിലും നടത്തിയിട്ടുണ്ട്. പിന്നെ 7 വർഷക്കാലമായി പ്രതി പറഞ്ഞ് കണ്ടില്ലെന്ന് രണ്ടാമതും കൊല്ലത്തുകാർ വിജയിപ്പിച്ച MLA ആണ് മുകേഷ്. മറന്നു പോകല്ലേ. കൊല്ലത്തെ ജനങ്ങളെ അങ്ങനെ മണ്ടന്മാരാക്കരുത്. വിജയിച്ചയാളാണ്. ഉറപ്പായും കൊല്ലത്തിന്റെ MP ആയി ചാപല്യങ്ങളില്ലാത്ത, മോദി സ്തുതി പറയാത്ത, മതേതരത്തെ സംരക്ഷിക്കാൻ, ജനാധിപത്യം സംരക്ഷിക്കാൻ, ഭരണഘടനയെ സംരക്ഷിക്കാൻ ഉണ്ടാവും. നെഞ്ചു വിരിച്ചുകൊണ്ട് മുട്ടം മറക്കാതെ മുകേഷ് ഉണ്ടാകും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ചമകാല അവസാനമായി ഉണ്ടാകും, പക്ഷെ രാത്രി വിളിക്കരുത്. ഞാൻ വിഷയത്തിലേക്ക് വരാം. അല്ല, അങ്ങനെയാണ് പ്രേമചന്ദ്രൻ പണ്ട് ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞില്ല സഖാവേ. വീഡിയോ വേണോ?
KB ഗണേഷ് കുമാർ VS അച്യുതാനന്ദനെ കുറിച്ച് സംസാരിച്ചതിന്റെ വീഡിയോ താങ്കൾക്ക് വേണോ? ഞാൻ ചോദിച്ചതിന് പറ. വേണോ? വേണോ? ആ. എന്നെ കൊണ്ട് പറയിക്കുമോ? അപ്പൊ അത് വേണ്ട. ഞാൻ പറയുന്നത് പ്രേമേന്ദ്രനല്ലേ? പ്രേമേന്ദ്രനല്ലോ. അതെ, ഇവിടെ ഞാൻ ചോദിച്ചത് ഒരു സ്ഥലം MLA രാത്രി 11 മണി കഴിഞ്ഞ് വിളിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ ജനപ്രതിനിധി? ബാക്കി പറയൂ. കേട്ടോളൂ പോട്ടെ. ആ വിഷയം ഞാൻ ചർച്ചയിലേക്ക് വരാം. ഞാൻ വ്യക്തിയെ ഹറാസ് ചെയ്യാൻ വേണ്ടിയുള്ള ശരി. ഇവിടെ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം അവിടെ ഒരു പ്രതിനിധി പറഞ്ഞു കോൺഗ്രസിനെ 80 സീറ്റിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചുള്ളൂ, ബാക്കി തീരുമാനിക്കാത്ത BJP ആയിട്ട് ആലോചിക്കാനാണ്. ആ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും BJPക്കെതിരായി മത്സരിക്കുന്ന ഒരു CPM സ്ഥാനാർത്ഥിയെ കാണിച്ചു തരാമോ? 2ാം സ്ഥാനത്തെങ്കിലും വരുന്ന ഒരു CPM സ്ഥാനാർത്ഥിയെ കാണിച്ചു തരാമോ? കാണിക്കാമോ? പറ്റില്ല. അതാ വസ്തുത. ഇനി കേട്ടോ, ബാക്കി കേട്ടോ. ബാക്കി അതെ വന്നിട്ട് എന്താ കാര്യം? അല്ലല്ല, പ്ലീസ് ഞാൻ പറയട്ടെ. അസ്വസ്ഥനാവുന്നതിനാ ഞാൻ പറയട്ടെ. ജയിച്ചാൽ എന്താ അപ്പുറത്ത് പോകാനല്ലേന്ന്? അങ്ങനെ എല്ലാവരും പോയതേ പശ്ചിമ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ എല്ലാവരും പോയി. പശ്ചിമ ബംഗാളിൽ നിന്നും ത്രിപുരയിൽ നിന്നും. ഇനി പാർട്ടി ഓഫീസ് പോലും അവിടെ ബാക്കിയില്ല. ഓക്കെ, ഇനി ബാക്കി ഞാൻ അതിലേക്ക് വരാം. ഇവിടെ അദ്ദേഹം പറഞ്ഞു ത്രിപുരയിലെ BJP ആരാ സാമക്കാലെ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്ര ശതമാനം? നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനത്ത് നിങ്ങൾക്ക് 0.2% വോട്ടുമായിട്ട് നൽകുന്ന ത്രിപുരയിൽ എങ്ങോട്ട് പോയി BJPക്കാർ? CPM പാർട്ടി ഓഫീസ് ഉൾപ്പെടെ പോയി. ഞാൻ തിരിച്ചുവരാം. താങ്കൾ സംസാരിച്ചപ്പോൾ എന്റെ സഖാവേ, നിങ്ങളോ? ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇവിടെ കൊല്ലം ബൈപ്പാസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ തന്നെ ഞാൻ കടമെടുക്കുന്നു. തുടങ്ങി വെച്ചത് UDF, പൂർത്തീകരിച്ചത് UDF. പറയാം. പക്ഷേ ഞാൻ പറയട്ടെ, കേട്ടോളൂ. 5.5 കോടി രൂപയുടെ 5.5 കോടി രൂപയുടെ വഴിവിളക്ക് 5.5 കോടി രൂപയുടെ വഴിവിളക്ക് ഇട്ടതിന് ശേഷം അത് ഞങ്ങളുടേതാണെന്ന് LDF പറഞ്ഞാൽ ആന വാങ്ങിയത് വേറെ, തോട്ടി വാങ്ങിയത് വേറെ. തോട്ടി വാങ്ങിയിട്ട് അതിന്റെ ഉടമസ്ഥാവകാശം എനിക്കാണെന്ന് പറഞ്ഞാൽ എവിടെ സമ്മതിക്കാൻ കഴിയും? അതെ, ആനയെ വാങ്ങിയത് UDF, തോട്ടി വാങ്ങിയത് LDF. പിന്നെ പറയുന്നു ആനയുടെ ഉടമസ്ഥൻ LDF ആണെന്ന്. ആനയെ വാങ്ങിയത് ആനയെ വാങ്ങിയത് UDF, തോട്ടി വാങ്ങിയത് LDF. എന്നിട്ട് പറയുന്നു LDFന്റെ വകയാണ് ആനയെന്ന്. അത്രേ ഉള്ളൂ കാര്യം. കേന്ദ്ര ഗവൺമെന്റ് ഇനി അടുത്തത് കേട്ടോളൂ. ഇനി അദ്ദേഹം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ഞാൻ സംസാരിക്കാൻ അല്ലല്ല, അങ്ങനെ എന്താ പിന്നെ താങ്കൾക്ക് എന്ന് പറയാമോ? കേട്ടോളിക്കാൻ പറ്റുമോ? ഞാൻ മറുപടി പറയും. കേട്ടേ പറ്റൂ. താങ്കൾക്ക് പറയണം. അങ്ങനെ ചോദിക്കാൻ വേണ്ട, എന്തൊന്നും വേണ്ടാന്നും അതൊക്കെ ഇങ്ങോട്ട് മനസ്സിലായില്ലേ? പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോകും. അത് നൗഷാദല്ല, ദേവേന്ദ്രൻ അച്ഛൻ മുത്തപ്പെട്ട് വന്നാലും ഞാൻ പറഞ്ഞിട്ടേ പോകും. ദേവേന്ദ്രൻ അച്ഛൻ മുത്തപ്പെട്ട് വന്നാലും ഞാൻ പറയാനുള്ള പറഞ്ഞിട്ടേ പോകും. പറയും നിങ്ങൾ പറയും. അതെ, ജൂൺ 4-ാം തീയതി അറിയാം. അത് ജൂൺ 4 ഞങ്ങൾ കാണിച്ചു തരാം. ജൂൺ 4 കാണിച്ചു തരാം. ഒരു തർക്കവും വേണ്ട. അതുകൊണ്ട് അഭ്യാസം ഒന്നും വേണ്ട. ആ അഭ്യാസമൊക്കെ കൈവച്ചാൽ മതി. ആ അഭ്യാസമൊക്കെ മര്യാദയ്ക്ക് മര്യാദ. ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. എന്റെ അവസരത്തിൽ ഞാൻ പറയുമ്പോ നൗഷാദ് അത് കൈവച്ചാൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത പോയിന്റ് ഒന്ന് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹം പറയുന്നു പെരുമൺ പാലത്തെ കുറിച്ച് പറയണം. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ആ പാലം എങ്ങോട്ടാ പോകുന്നത്? ഓലയിൽ കടവ് പാലം എങ്ങോട്ടാ പോകുന്നത്? നിലത്തിറങ്ങുക. എവിടെയാ നിലത്തിറങ്ങാൻ പോകുന്നത്? ഓലയിൽ പാലം. അതെ കാണിക്കും കുറെ കാണിക്കും. പിന്നെ ഓലയിൽ പാലത്തിൽ പന്താറുണ്ടോ? ഓലയിൽ പാലത്തിൽ പന്താറുണ്ടോ? വെല്ലുവിളിക്കുന്നു. ഓലയിൽ പാലത്തിൽ പന്താറുണ്ടോ? ഓലയിൽ പാലത്തിൽ പന്താറുണ്ടോ? ആരാ ചെയ്തു? ഓലയിൽ പാലത്തിൽ പന്താറുണ്ടോ? ഞാൻ താങ്കളെ വെല്ലുവിളിക്കുന്നു. നൗഷാദ്, ഞാൻ വെല്ലുവിളിക്കുന്നു. ഓലയിൽ പാലത്തിലേക്ക് വരാറുണ്ടോ? ഓലയിൽ പാലത്തിൽ വരാറുണ്ടോ? ഓലയിൽ പാലം ആരോണ്ടാക്കിയത്? ഞങ്ങളാണോ? മുകേഷ് അല്ലേ? ഓലയിൽ പാലത്തിലേക്ക് വരാറുണ്ടോ? ഓലയിൽ പാലത്തിലേക്ക് വരാറുണ്ടോ? വെല്ലുവിളിക്കാം. ഓലയിൽ പാലത്തിലേക്ക് വരാറുണ്ടോ? ഓലയിൽ പാലത്തിലേക്ക് വരാറുണ്ടോ താങ്കൾ? ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UDFന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാജയ ഭയം, ഭീതി കൊല്ലത്തെ സംബന്ധിച്ചുണ്ടോ? പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അവസാനിപ്പിക്കാം. ഉണ്ടോ? ഇല്ല. നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഇവിടെ 2014 കേട്ടോളൂ.
2014 സാക്ഷാൽ MA ബേബി, 2019 സാക്ഷാൽ KN ബാലഗോപാൽ. എന്നിട്ട് നടക്കാത്ത കാര്യമാണ് മുകേഷിനെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയേണ്ടത്? അതാണ് അപ്പോൾ അതാണ് ഞങ്ങളെ യു ഡി എഫിന്റെ സംബന്ധിച്ച് ആത്മവിശ്വാസം. യു ഡി എഫിന്റെ ആത്മവിശ്വാസം അതാണ്. 2 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾ 2 ലക്ഷം ഭൂരിപക്ഷമാണ് ചാമക്കാല കുറിച്ചിട്ടിരിക്കുന്നത്. എടാ, കൊല്ലത്തെ ജനങ്ങൾ ഓക്കേ. ജൂൺ 4 ബൈപ്പാസ്, എണ്ണുമ്പോൾ ബൈപ്പാസ്. നമുക്ക് കാണാം. കൊല്ലം ബൈപ്പാസ് ശരി. നമുക്ക് കാണാം. ഒറ്റ കാര്യം സ്ഥാനാർത്ഥിയോട് ഒറ്റ കാര്യം. നമുക്ക് വീണ്ടും ഇരിക്കാം. ഒറ്റ കാര്യം കൊല്ലത്തിന്റെ പൊടിപാറുന്ന മത്സരത്തിന്റെ രാഷ്ട്രീയാവേശമാണ് പടക്കളത്തിൽ കണ്ടത്. അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.